നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു യാത്ര പോവാണ്, ഒരു ഇത്തിരി ലോങ് ആയിട്ടുള്ളൊരു യാത്ര പോവുക. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വഴിയിലൊക്കെ നല്ല ബ്ലോക്ക്, ഇവിടെയൊക്കെ ഉത്സവം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക്. അന്നേരം അതിനകത്ത് നിന്നൊക്കെ എങ്ങനെയൊക്കെ ഊരിപ്പോയിക്കൊണ്ടിരിക്കുക. 9:00-ക്കാണ് ട്രെയിൻ, ഇപ്പം തന്നെ 9 മണിയായി. എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. വഴിയിലെല്ലാം ബ്ലോക്കായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ബാക്കി പെട്ടെന്ന് എത്താൻ നോക്കാം. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി രാത്രിയായി കിടന്നുറങ്ങാൻ പോവാം. ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റായിരുന്നു. രാവിലെ എത്ര മണിക്ക് എത്തുമെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും രാവിലെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. നമ്മളപ്പം പാലക്കാടെത്തി. പാലക്കാടല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് കേട്ടോ. കുറച്ചും കൂടെ അടുത്തുള്ളത് കൊല്ലങ്കോടായിരുന്നു, അതുകൊണ്ട് കൊല്ലങ്കോട് വന്നിറങ്ങി. ഇനിയിപ്പോൾ നേരെ എൻ്റെ കൂടെ അന്നുണ്ടെങ്കിൽ ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ്റെ റൂമിലോട്ട് പോവുക. റൂമിൽ പോയിട്ട് അവിടുന്ന് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമ്മളപ്പോൾ റൂമിൽ വന്നൊന്ന് ഫ്രഷായി. ഞാനിവിടെ പാലക്കാട് വന്നത് എന്തിനാന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ചേട്ടൻ്റെ കൂടെ വന്നതാണ്. നേരത്തെ കാണിച്ച് ചേട്ടൻ്റെ കൂടെ വന്നത്. ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എവിടത്തെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നേരെ പാലക്കാട് പോവുക. ഇതിപ്പോൾ നെന്മാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നേരെ പാലക്കാട് പോവുക. പാലക്കാട് എന്നിട്ട് അവിടെ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക്. നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ദാണ്ടെ ചേട്ടനെ കിട്ടിയിട്ട് ഇനി ഞങ്ങൾ ഉത്രാളിക്കാവ് പോവാം. ഉത്രാളിക്കാവ് പൂരം കാണാൻ പോവാം. നമ്മൾ കുറേ പാട് വിട്ടിട്ട് അവസാനം ദാണ്ടെ ഉത്രാളിക്കാവിന് അടുത്ത് വരെ എത്തി. എന്നാലും അങ്ങോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല. നല്ല തിരക്കാണ്, വഴിയിലെല്ലാം നല്ല തിരക്കാണ്. ഞങ്ങൾ ആദ്യമേ ഞാൻ നെന്മാറയിൽ നിന്ന് ബസ്സിൽ കയറി പാലക്കാട് വന്ന്, പാലക്കാട് നിന്ന് പിന്നെ ട്രെയിൻ കയറി ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂരിൽ നിന്ന് പിന്നെ ബസ്സിൽ വന്ന് എവിടെയോ ബസ് വഴിയിൽ എവിടെയോ എന്തോ ഇറക്കി വിട്ട്, ബസ്സൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോയും വിളിച്ചിട്ട് ഇവിടെ അടുത്ത് വന്ന്, എന്നിട്ട് അകത്തോട്ട് കയറ്റി വിടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നടന്നു പോകാം ബാക്കി. നമ്മൾ നേരത്തെ കണ്ട ആനകളെല്ലാം കൂടെ കണ്ട് ഇപ്പം ഇവിടെ വന്ന് നിരന്ന് നിന്നിട്ടുണ്ട്. നേരെ നന്ദി ഇരുട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെടിക്കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ ആനയെല്ലാം വന്ന് നിരന്നിട്ടുണ്ട്. തെടമ്പുമായിട്ട് പാമ്പാടി രാജൻ ദേവൻ്റെ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ആനപ്രേമികളുടെ ഇഷ്ടപ്പെട്ട എല്ലാ ആനകളും ഇവിടെ ഉണ്ട്. അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞ ആൾക്കാരായി. കുളമാറ്റമൊക്കെ കഴിഞ്ഞ് ആനകളെല്ലാം കൊണ്ടുപോകും. ഇവിടെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് താണ്ട് ഇപ്പോൾ വെടിക്കെട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ നല്ല ദൂരത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണ്ടേ നമ്മളെന്തായാലും വെടിക്കെട്ട് കാണാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൂരത്ത് മാറിയാണ് നിൽക്കുന്നത്.
8:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8:15 നമുക്ക് എന്തായാലും നോക്കാം. ഈ ക്യാമറയ്ക്കകത്ത് ഇനി എത്ര പതിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഇത്രയും ഇരുട്ടായിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒട്ടും വെളിച്ചമില്ല. അവിടെ ആകെ ആ ദൂരെ കാണുന്ന ആ ഗോപുരത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ ചുറ്റുമായിട്ടും. അപ്പം പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഈ കാണുന്ന മൊത്തം മൊബൈൽ ഫ്ലാഷ് കേട്ടോ.